ഈ ഒരു സെഷൻ നമ്മൾ വെക്കാനുള്ള കാരണം എന്താ വെച്ചാൽ എനിക്ക് എന്തുണ്ട് നമ്മുടെ നിങ്ങളുടെ പിന്നെ ഞാനുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു എന്താ ഹെൽപ്പ് സെന്ററിൽ എന്തുണ്ട് കുറെ ഡൗട്ടുകൾ കുട്ടികൾ ഇങ്ങനെ ടെൻഷൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഒന്നാമത്തെ ടെൻഷൻ സാർ ഈ ലാസ്റ്റ് 20 days ഇനി എങ്ങനെയാ പഠിക്കേണ്ടത്, എന്താ പഠിക്കേണ്ടത് എന്നുള്ളതാണ്. അത് നമ്മൾ എന്ത് ചെയ്യും ഇവിടെ കവർ ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ പിന്നെന്താണ് സാർ ആകെ ഡീമോട്ടിവേറ്റഡ് ആണ്, എന്തേ മോട്ടിവേഷൻ കിട്ടാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഒന്നും കാര്യങ്ങൾ പറയാൻ പറ്റുമോ എന്നുള്ളതാണ് രണ്ടാമത്തത്. മൂന്നാമത്തെ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ സാർ ഈ phase 1 ശേഷം എങ്ങനെയായിരിക്കണം അപ്രോച്ച്. അതായത് ചില കുട്ടികൾക്ക് phase 1 കിട്ടുമെന്ന് വലിയൊരു കോൺഫിഡൻസ് ഇല്ല. അപ്പോൾ phase 1 പകരം തന്നെ എന്താണ് phase 1 മുന്നേ തന്നെ എന്താണ് മെയിൻസിന് പഠിക്കണോ അല്ലെങ്കിൽ ഇനി കീമിലേക്ക് മാറണോ, അങ്ങനത്തെ കുറച്ച് ഡൗട്ടുകളൊക്കെ കുറച്ച് കുട്ടികളുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മക്കളെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കീമോ അല്ലെങ്കിൽ ഈ ഒരു നിങ്ങളുടെ ഒരു വിഷൻ മാറ്റാനുള്ള ആ ഡ്രീം ഒഴിവാക്കാനുള്ള സമയമൊന്നും ഇതുവരെ ആയിട്ടില്ല. അതായത് January 22 മുതലാണ് നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്, ജെഇയുടെ phase 1 സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുവരെ നിങ്ങൾ ജെഇ മെയിൻസ് അല്ലാതെ അതിൻ്റെ താഴെയുള്ള ഒരു കാര്യത്തെക്കുറിച്ചും നിങ്ങൾ ചിന്തിക്കരുത്. കാരണം അവസാനം വരെ നിങ്ങൾ പഠിക്കുക എന്നുള്ളത് ഇതിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ തവണ നമുക്ക് കുന്നും എന്ന് പറഞ്ഞിട്ട് ഒരു പയ്യനുണ്ടായിരുന്നു. അതായത് ഫസ്റ്റ് ഫേസിൽ 74% കിട്ടിയിട്ട് സെക്കൻഡിൽ 95 96 ഒക്കെ കിട്ടിയ പയ്യനുണ്ടായിരുന്നു അല്ലേ? നിങ്ങൾക്ക് ചിലപ്പോൾ അവൻ്റെ ഇന്റർവ്യൂ ഒക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ അവിടെ എന്താ സംഭവിച്ചത്, അവന് സെക്കൻഡ് ഫേസിലാണ് കിട്ടിയെന്നുള്ളതല്ല ഇവിടെ വിഷയം. അവൻ ഈ ഒരു മോഡായിരുന്നു, അതായത് എന്ത് വന്നാലും ഞാൻ അവസാനം വരെ പഠിക്കുന്നുള്ളൂ. അപ്പം ആ പാർട്ട് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജെഇ മെയിൻ കഴിയുന്നവരെ ജെഇ മെയിൻക്ക് പഠിക്കുക എന്നുള്ളതാണ്. വേറെ കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാവരുത്. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഇനി അത് എങ്ങനെ പഠിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ഇനി 20 ദിവസമാണ്. ആ 20 ദിവസത്തിൽ നിങ്ങൾക്ക് മിനിമം 50% എങ്കിലും കോൺഫിഡൻ്റ് അല്ലാത്ത ഒറ്റ ചാപ്റ്റർ നിങ്ങൾ ഇനി പഠിക്കാൻ നിൽക്കേണ്ട. അതായത് പുതുതായിട്ടുള്ള ചില ചാപ്റ്റേഴ്സ് ഒന്നും നിങ്ങൾ പഠിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം അതിനേക്കാളും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിൽ കൂടുതൽ ചോദ്യങ്ങൾ ചെയ്തിട്ട് ആ ചാപ്റ്ററുകളിൽ നിന്നും വരുന്ന ചോദ്യം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനൊക്കെ എടുത്ത സ്ട്രാറ്റജിയാണ്. ഞാൻ +2 കൂടെ എഴുതിയതാ ജെഇ. അപ്പം നിങ്ങൾക്കറിയാലോ എന്തൊക്കെ വന്നാൽ എത്രത്തോളം പോർഷൻസ് തീർക്കാൻ പറ്റും ജെഇ ലെവലിൽ. അപ്പം എനിക്ക് ഈ അവസാന സമയത്ത് ഞങ്ങൾക്ക് ഈ phase 1 ഒന്നും ഉണ്ടായിരുന്നു എൻ്റെ ഓർമ്മയില്ല. +2 കഴിഞ്ഞതിന് ശേഷമുള്ള അവസാന സമയത്ത് ഞങ്ങളുടെ ട്യൂഷൻ സെന്ററിലൊക്കെ നടത്തുന്ന എക്സാമുകളിലൊക്കെ ഞാൻ ഒരൊറ്റ കാര്യം ഫോക്കസ് ചെയ്തിട്ടുള്ളൂ. എനിക്ക് അറിയാവുന്ന കുറെ ചാപ്റ്റേഴ്സ് ഉണ്ട്, ആ ചോദ്യങ്ങൾ മാക്സിമം ചെയ്യാം. ഇനിയിപ്പോ എന്താ, ചില ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടില്ല. ആ ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടില്ലെങ്കിലും എന്താ, 2 ഓപ്ഷൻ ആണല്ലോ. ഒന്ന്, ഞാൻ കോൺഫിഡന്റ് എന്ന് കരുതിയ ചാപ്റ്റർ എന്നായിരുന്നു ആ ക്വസ്റ്റ്യൻ വന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് അതിന്റെ ഉത്തരം സാറന്മാരോട് ആരോടെങ്കിലൊക്കെ പോയിച്ചു, അല്ലെ ഫ്രണ്ട്സിനോടൊക്കെ പോയി ചോദിച്ച് എന്താ സംഭവിക്കുന്നത് ഞാൻ കണ്ടുപിടിക്കും. അതേ സ്ഥാനത്ത് മറ്റൊരു ചോദ്യം എന്താ, എനിക്കറിയാത്ത ചാപ്റ്റർ വേവ്സ് ആണെങ്കിൽ എന്ത് ചെയ്യൂല, ഞാനത് നോക്കുകയില്ല. അത് എന്താ സംഭവിക്കുന്നതെന്ന് പോലും നോക്കാറില്ല. കാരണം ജെഇ നിങ്ങൾക്കറിയാം, ഇറ്റ്സ് നോട്ട് ആൻ ഹൈ സ്കോറിംഗ് ഗെയിം ആണത്. അപ്പൊ എന്താണ്, വെറുതെ നീറ്റ് പോലെ ഫുൾ പോർഷൻസ് പഠിച്ചു തീർക്കാൻ നിങ്ങൾ നിൽക്കരുത്. അറിയുന്ന ചാപ്റ്ററുകളിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ഇനി പഠിക്കുകയാണെങ്കിലും എക്സാമിലൊക്കെ. പിന്നെ അതേപോലെ തന്നെ കറക്കി കുത്തുന്നതൊക്കെ ഒഴിവാക്കട്ടെ. കറക്കി കുത്തിയിട്ട് ഇന്ന് വരെ ആർക്കും മാർക്ക് കിട്ടില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇനിയിപ്പം ചില ചാപ്റ്ററുകൾ അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്താ വെച്ചാൽ അവിടെ അത്രയും എക്സ്പേർട്ട് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആണ്. നിങ്ങൾക്ക് ഷിനാസ് സാറും നിഷാദ് സാറൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, രണ്ടാളും IIT ക്ലിയർ ചെയ്ത ആൾക്കാരട്ടോ. അവരാണ് അവിടെ ഡൗട്ട് ക്ലിയറൻസിന് വരുന്നത്. അതുകൊണ്ട് തന്നെ അവരോട് നിങ്ങൾ ചോദിച്ചാൽ അവർക്ക് ചില ചാപ്റ്റേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടും എളുപ്പമുള്ള ടോപ്പിക്കുകൾ അവർക്ക് പറഞ്ഞുതരാൻ പറ്റും. ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞൊരു കാര്യമാണ്, വീണ്ടും ആവർത്തിക്കുകയാണ്. ഫിസിക്സിന്റെ കേസിൽ +1 പ്രത്യേകിച്ച് എനിക്കറിയാലോ +1 തുടങ്ങുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്. മെക്കാനിക്സ് അല്ലാതെ അതിന് ശേഷമുള്ള കാര്യ പാർട്ടൊന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഞാനവിടെ ഫിസിക്സ് സാറോട്, സാറേ മെക്കാനിക്സ് അറിയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞ 2 ടോപ്പിക്കായിരുന്നു. ഒന്ന് ഡോപ്ലേഴ്സ് തിയറം, ഇത് രണ്ടും എനിക്ക് തോന്നുന്നത് ഡിലീറ്റഡ് ആണ് ഇപ്പം എന്നാണ്. രണ്ടാമത് എന്താ, ബെർണോളിസ് തിയറം. ഡോപ്ലർ എഫക്റ്റും ബെർണോളി. ഒന്ന് എനിക്കറിയില്ല, ഒന്ന് വേവ്സിലും ഒന്ന് ഫ്ലൂയിഡിലും എങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതൊന്ന് പഠിച്ചു വെക്കണ പോലെ എന്ന് പറഞ്ഞിട്ട് എന്താ, നമ്മൾ ജസ്റ്റ് ഒന്ന് പഠിച്ച് എങ്ങനെ ഇക്വേഷൻസ് നോക്കി എങ്ങനെയൊക്കെ ചോദ്യം വരുന്നത്. ഒരുപാടൊന്നും ചെയ്തില്ല, മാക്സിമം 2 കൂടെ ഒരു അരമണിക്കൂർ ഞാൻ സ്പെൻഡ് ചെയ്യണം. പക്ഷെ എൻ്റെ ഭാഗ്യത്തിന് ആ 2 ചാപ്റ്ററിനും ഈ 2 ടോപ്പിക്കാണ് വന്നത്. ഇനി വേറെ ടോപ്പിക് വന്നിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. ഈ 2 ടോപ്പിക്കിൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ട്. ഒരു പക്ഷേ NIT എത്താൻ അല്ലെങ്കിൽ NIT CS കിട്ടാൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവാം ഈ 2 ചോദ്യങ്ങളായിരിക്കും. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഫാക്കൽറ്റീസിന്റെ അടുത്ത് പോയിട്ട് ചോദിക്കാം. അവിടെ പ്രത്യേകം നോക്കണേ. അതായത് ഇപ്പൊ റൊട്ടേഷൻ മോഷനിലൊക്കെ ഭയങ്കര ടഫ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണെങ്കിൽ വെറുതെ അതിന്റെ മുകളിൽ ഇരിക്കണ്ട. ഈസി ആണെന്നുള്ളത് എന്ത് ചെയ്യണം, നിങ്ങൾ നോക്കണം. അതായത് ഞാൻ മനസ്സിലാക്കുന്നത് കുറച്ച് കുട്ടികളൊക്കെ എന്താണ് തീരെ ഡൗട്ട് ക്ലിയറൻസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല.
അപ്പൊ ആ ഒരു കാര്യം ഫാക്കൽറ്റീസിന്റെ എക്സ്പീരിയൻസ് ഇനി അങ്ങോട്ടുള്ള ദിവസം നിങ്ങൾക്ക് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും. അതാണ് രണ്ടാമതായിട്ട് പറയാനുള്ളത്. മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ ഹൈ ഈൽഡ് ചാപ്റ്റേഴ്സ് തീർത്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഹൈ ഈൽഡ് ചാപ്റ്റർ എന്ന് പറയുമ്പോൾ രണ്ട് കണ്ടീഷനുകൾ, മൂന്ന് കണ്ടീഷൻ. ഒന്നാമത്തെ കണ്ടീഷൻ അത്യാവശ്യം നല്ല മാർക്കിന് അതിൽ നിന്ന് ചോദിക്കാറുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഫിസിക്സിലെ മോഡേൺ ഫിസിക്സ് ഒക്കെ ഫസ്റ്റ് കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ, ആ ചാപ്റ്റർ പഠിക്കാൻ ഒരുപാട് സമയമൊന്നുമില്ല, വലിയ ചാപ്റ്റർ ഒന്നുമില്ല. ഇപ്പം മാത്സിലെ ഇന്റഗ്രേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടുതൽ ചോദ്യം അതിന് ചോദിക്കായിരിക്കും, പക്ഷെ അത് പഠിച്ചങ്ങോട്ട് തീർക്കല് വലിയ പണിയാണ്. അതല്ല ആറ്റംസ് അല്ലെങ്കിൽ ന്യൂക്ലിയർ പോലത്തെ ചാപ്റ്റർ, മാട്രിസസ് തുടങ്ങിയ ചാപ്റ്റേഴ്സ് ആണ് ഈ ഹൈ ഈൽഡിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. ആൻഡ് മൂന്നാമത്തെ കേസിൽ അതെന്തായിരിക്കും വളരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനത്തെ ചാപ്റ്ററുകളും നിങ്ങൾക്ക് ടീച്ചേഴ്സ്, എനിക്കൊന്ന് ഓൾറെഡി കൺവേ ചെയ്തത്, എന്നാലും എന്ത് ചെയ്യണം, ടീച്ചേഴ്സിനോട് പറഞ്ഞിട്ട് ആ ചാപ്റ്ററുകളും നിങ്ങൾക്ക് എന്താക്കണം, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ജസ്റ്റ് ഒരു ഗസ് മാത്രമാണ് ഇത്. എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് അജാസ് സാർ പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നൊന്നും പറയരുത്. അതായത് കഴിഞ്ഞ വർഷം നിങ്ങൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷമല്ല, ഇത് 2025 അല്ലേ, 2024 നീറ്റ് ആയിക്കോട്ടെ JEE ആയിക്കോട്ടെ എല്ലാം വളരെ എളുപ്പമായിരുന്നു. ബാക്കി എക്സാമുകൾ അത് പൊതുവെ ഈ നാഷണൽ ലെവൽ എലക്ഷൻസ് നടക്കുമ്പോൾ, അല്ലെങ്കിൽ ലോക്സഭ എലക്ഷൻസ് നടക്കുമ്പോൾ നാഷണൽ ലെവൽ എക്സാംസുകൾ വളരെ എളുപ്പമാവാറുണ്ട്. അതേപോലെ തന്നെ സ്റ്റേറ്റ് ലെവൽ അല്ലെങ്കിൽ സ്റ്റേറ്റിൽ കേരളത്തിലെ നിയമസഭയിലേക്ക് പിന്നെ മത്സരം നടക്കുന്ന സമയത്ത്, എലക്ഷൻ നടക്കുന്ന സമയത്ത് ആ വർഷത്തെ എല്ലാ 10th, 11th, 12th ഒക്കെ എളുപ്പമാവാറുണ്ട് എന്നുള്ളത് ഒരു പരസ്യമായ രഹസ്യമാണ്. അതാണ് കഴിഞ്ഞ വർഷം സംഭവിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ വർഷം ടഫ് ആവുക എന്നതിനേക്കാൾ അപ്പുറം വാരിക്കോരി എന്നാണ് എല്ലാവർക്കും ഭയങ്കര ഹൈ സ്കോറിലേക്കൊന്നും എത്താനുള്ള ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക്ക് കൃത്യമായി പഠിച്ചാൽ ചിലപ്പോൾ മുമ്പത്തൊക്കെ ഒരു ജെയുടെ ട്രെൻഡിൽ ഒരു 50% ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ 98, 99 എത്തുന്ന ലെവലിലേക്ക്, 99% എത്തുന്ന ലെവലിലായിരിക്കും എക്സാം എന്നതാണ് എൻ്റെ ഒരു ഗസ്. ഫുൾ ചാപ്റ്റർ പഠിച്ചു തീർക്കാനല്ല, പഠിക്കുന്ന ചാപ്റ്റർ വൃത്തിയിൽ പഠിക്കുക എന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, റൈറ്റ്. ഇനി അടുത്തതെന്ന് വെച്ചാൽ, ശരിക്കും ഈ ഒരു സമയത്ത് മോട്ടിവേഷനിലൊന്നും വലിയ റോളില്ല. ആകെയുള്ളതെന്ന് വെച്ചാൽ ഓരോ ക്വസ്റ്റ്യനും ചെയ്തിട്ട് ടിക്ക് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇൻട്രിൻസിക് മോട്ടിവേഷൻ, ഒരു ഇന്റേണൽ കിക്ക് ഉണ്ട്. നമ്മൾ കഷ്ടപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആ കിക്കിന്റെ മുകളിലാണ് മുന്നോട്ട് പോകേണ്ടത്. അതേപോലെ ഒരു കൺസെപ്റ്റ് മനസ്സിലാവുമ്പോൾ, ഒരു ഡൗട്ട് ചോദിക്കുമ്പോൾ സാർ വേടാ നീ നന്നായി മെച്ചപ്പെട്ടിട്ടുണ്ട് എന്ന് പറ, ആ സാധനമാണ് ശരിക്കും വേണ്ടത്. എന്നാലും ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇന്ന് January 1 നിങ്ങൾക്ക് ശരിക്കും ജെയുടെ കേസിൽ April 1st വീക്ക് വരെ സെക്കൻഡ് ഫേസും കൂടെ അവിടെ വരുന്നുണ്ട്. അപ്പം ഫസ്റ്റ് ഫേസ് തന്നെ നിങ്ങൾക്ക് കിട്ടണം എന്നാണ് ഞങ്ങൾ ഏറ്റവും വലിയ ആഗ്രഹം. നിങ്ങൾക്കും അത് തന്നെ ആഗ്രഹം ഉണ്ടാവുക. പക്ഷേ നിങ്ങൾ ഇന്ന് January 1 മുതൽ പഠിച്ചിട്ട് നിങ്ങളുടെ JEE എക്സാമിന്റെ സമയമാകുമ്പോഴത്തെ കൺസിസ്റ്റന്റ് ആയിട്ട് 14 മണിക്കൂറിന്റെ കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ JEE എക്സാം കഴിഞ്ഞിട്ട് ഒരു ദിവസം പോലും റെസ്റ്റ് എടുക്കാതെ വീണ്ടും ഇതേ ട്രാക്ക് തന്നെ കയറുകയാണെങ്കിൽ മക്കളെ, ഇനിയും അവസരമുണ്ട് നിങ്ങൾക്ക് IIT-കളിലേക്കും NIT-കളിലേക്കും എത്താൻ വേണ്ടിയിട്ട്. അതായത് JEE phase 1 വിചാരിച്ച സ്കോർ കിട്ടിയിട്ടില്ലെങ്കിലും ഈ ഒരു ഹാബിറ്റിലേക്ക് നിങ്ങൾ എത്തണം. 14 മണിക്കൂർ ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് phase 2 നല്ല സ്കോറിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ അതും കൂടി ഇതിന്റെ പാർട്ടായിട്ടുള്ള ഒരു ലക്ഷ്യമാക്കി നിങ്ങൾ വെക്കണം. അതായത് ചില കുട്ടികളുണ്ട്, സാറേ phase 1 കിട്ടും തോന്നില്ല, അപ്പം എന്ത് ചെയ്യാം, കുറച്ച് ഉഴപ്പാം. phase 1 കിട്ടുക എന്തോ ഉഴപ്പിക്കഴിഞ്ഞാൽ നിങ്ങൾ phase 1 കഴിഞ്ഞാൽ ഇതൊക്കെ പോലെ തന്നെയാണ്. അവസാനം നിങ്ങൾ പറയുന്നത് phase 2 കിട്ടുന്നോ, നമുക്ക് കീമോ വെക്കാൻ നിൽക്കും. അപ്പൊ ആ മോഡിലേക്ക് പോരുത്. എന്ത് വന്നാലും ഇനി അങ്ങോട്ട് മാക്സിമം പ്രൊഡക്ടിവിറ്റിയിലേക്ക് നമുക്ക് കിട്ടുക. പിന്നെ മറ്റൊരു കാര്യം കൂടെ പറയാം. ഇപ്പൊ ഞാനായിക്കോട്ടെ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പരിചയമുള്ള ഒരുപാട് NIT-യും IIT-യും എത്തിയ ഒരുപാട് കുട്ടികൾ, അവരുടെ ഫസ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് അത് ഹാർഡ് വർക്കാണ്. അതിന് ശേഷമാണ് എന്തുള്ളത്, നമ്മൾ ഇന്റലിജൻസിനും ബുദ്ധിക്കും ഒക്കെ റോളുള്ളത്. അതായത് ഹാർഡ് വർക്ക് നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ ഗെയിമിൽ നിന്ന് ഔട്ടാണ്. അതായത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ നിങ്ങൾക്ക് ആരെങ്കിലും ഒക്കെ കാണാൻ പറ്റുമോ ചുമ്മാ കളിച്ച് നടന്നിട്ട് പരീക്ഷയ്ക്ക് ടോപ്പർ ആവുന്നത്? അല്ലല്ലോ, എല്ലാവരും ഇരുന്ന് പഠിക്കുന്നില്ല. അപ്പൊ ആ പഠിക്കലാണ് ബേസിക് ക്രൈറ്റീരിയ. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക. ഒന്നാമത്തത്. രണ്ടാമത്തത്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, അതായത് നമ്മളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ ലാസ്റ്റ് സമയത്തൊക്കെ പല കുട്ടികളും ചെയ്യുന്ന വെച്ചാൽ അവർ ഭയങ്കര അംബീഷ്യസ് ആയിരിക്കും, പക്ഷെങ്കിൽ എന്തായിരിക്കും, ലേസി ആയിരിക്കും. ആൻഡ് അവർക്ക് ഇത് മനസ്സിലാവില്ല. കാരണം
ചിലപ്പോൾ ഇന്നൊക്കെ നിങ്ങൾ പല തീരുമാനം എടുത്തിട്ടുണ്ട്. ഞാൻ ഇന്ന് മുതൽ എന്താ, ഇപ്പോൾ ഇന്ന് ജനുവരി 1 ആയതുകൊണ്ട് ഉറപ്പായിട്ട് ഇന്ന് രാത്രിയാണ് ഇത് നടക്കുന്നത്. ഉറപ്പായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ കുറേ തീരുമാനമൊക്കെ എടുത്ത് ഇന്ന് രാവിലെ ഞാൻ എണീച്ച് ഹോസ്റ്റലിൽ എന്താണ് പിന്നെ വാർഡനെ ഒന്നും അധികം ബുദ്ധിമുട്ടിക്കാതെ നേരത്തെ തന്നെ എഴുന്നേറ്റ് പഠിക്കും, അതാക്കും ഇതാക്കും എന്നൊക്കെ വിചാരിച്ചിട്ടും ചിലപ്പോൾ എന്തായിരിക്കും നിങ്ങൾ വിചാരിച്ച ലെവലിലേക്ക് ഇന്ന് എത്തിയിട്ടുണ്ടാവില്ല. നാളെയും ചിലപ്പോൾ എത്തിയിട്ടില്ല, പിന്നെ നിങ്ങൾ വീണ്ടും പഴയതുപോലെ ആവാം. അതിന് പകരം ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് മോർണിംഗ് റുട്ടീൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇന്ന് ചെയ്യാൻ, അല്ലെങ്കിൽ നാളെ രാവിലെ എഴുന്നേറ്റിട്ട് നാളെ ചെയ്യാനുള്ള കാര്യങ്ങളുടെ ഒരു ടാസ്ക് ലിസ്റ്റ് ഇടുക. അതായത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവൻ ഓരോന്നും എഴുതിയിട്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ബോക്സ് വരക്കായിരുന്നു. ഇങ്ങനെ ഓരോന്ന് എഴുതിയിട്ട് അതിന്റെ ഇപ്പുറം ഒരു ബോക്സ് വരക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, ആ ബോക്സ് രാത്രി അവൻ എന്താണ് ടിക്കോ അല്ലെങ്കിൽ ക്രോസോ ഇടുമായിരുന്നു. അപ്പൊ എനിക്ക് തോന്നും പിന്നെ എന്ത് പരിപാടിയാണ് ഈ ബോക്സ് ഒക്കെ വരച്ച്, ഇതൊക്കെ സമയം വേസ്റ്റ് അല്ലേ. പക്ഷെ ഇപ്പൊ ഞാൻ വായിക്കുന്ന കുറെ കാര്യങ്ങളിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായത്, രാവിലെ നമ്മൾ പ്ലാൻ ചെയ്യുന്നു, രാത്രി നമ്മൾ അത് റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബോധമാവും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇന്ന് രാത്രി നമ്മൾ ഇരുന്നിട്ട് എന്ത് ചെയ്യാണ്, ഞാൻ ഇന്ന് 10 കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടായിരുന്നു, അതിൽ 5 ചെയ്തിട്ടുള്ളൂ. ഷടാ പോരാലോ ഒന്നും ആലോചിച്ച് കിടന്നാൽ നാളെ രാവിലെ കുറച്ചും കൂടെ ആവേശത്തിലാണ് നിങ്ങൾ എഴുന്നേക്കാം. നിങ്ങൾ ആ ഡീവിയേറ്റ് ചെയ്ത് പോകുന്നത് എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്നുള്ളതാണ് മറ്റേ പ്രശ്നം. എന്താണ് എവിടെയാ പാളുന്നത്, അതായത് നിങ്ങൾ ഈ ടിക്കും ക്രോസും എന്തുകൊണ്ടാണ് ഇത് ക്രോസ് ആയത് ചുമ്മാ നിങ്ങളെ മനസ്സിൽ ആലോചിക്കും. അവനുമായിട്ട് കുറെ നേരം സംസാരിച്ചിട്ട്, അല്ലെ ചായക്ക് കുറെ സമയം സംസാരിച്ചിരുന്നാന്ന് എന്ത് ചെയ്യും നിങ്ങൾ കരുതും. അപ്പോൾ ആ ഒരു പോയിന്റ് എന്താണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ദിവസവും നിങ്ങൾ അത് ചെയ്യുക. എന്നിട്ട് 14 മണിക്കൂറിലേക്ക് ഇത് ചെയ്യാന്നുള്ളതാണ്. പിന്നെ ലാസ്റ്റ് എനിക്ക് പറയാനുള്ളത്, ഒരുപാട് കുട്ടികളുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഭയങ്കര ടെൻഷൻ. എടാ ടെൻഷന്റെ കേസിൽ ഞാൻ ഇതിനു മുമ്പ് നിങ്ങൾക്ക് തന്ന ഒരു മോർണിംഗ് വൈബ്സിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ റിസൾട്ടിനെ കുറിച്ച് ആലോചിച്ച ടെൻഷൻ ആയിരിക്കും. അതായത് ചുമ്മാ ഇപ്പൊ എന്താ എജ്യു പോർട്ടലിൽ ഈ വർഷം ഫേസ് 1 നല്ല റിസൾട്ട് കിട്ടുമോ എന്ന് ആലോചിക്കുമ്പോൾ എന്തുണ്ട്, എൻ്റെ മനസ്സിലൊരു ആളല് വരുന്നുണ്ട്. കാരണം എന്താ, കിട്ടുമോ ഇല്ലയോ, ഇത് ആ സംഭവം എന്ത് ചെയ്യണം, അതാണ് ടെൻഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ അതിന് പകരം ചെയ്യേണ്ടത്, അതായത് എൻഡ് റിസൾട്ടിനെ കുറിച്ചല്ല നിങ്ങളുടെ ഫോക്കസ് ആവേണ്ടത്. നിങ്ങൾ ഓരോ ദിവസവും ഈ 14+ അവറിലേക്ക് ബെറ്റർ ആക്കാനാണ് നോക്കേണ്ടത്. അങ്ങനെ ഇനി അങ്ങോട്ടുള്ള ദിവസം നിങ്ങൾ ചെയ്താൽ ഫേസ് 1 അല്ലെങ്കിൽ ഫേസ് 2 ഉറപ്പായിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ആ ലോജിക്ക് മനസ്സിലായി. അതായത് നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഫേസ് 1 കഴിയുമ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റണം മക്കളെ, എന്ത് സാറേ ഞാൻ നന്നായി പഠിച്ചിട്ട് പക്ഷെ എന്നെ കൊണ്ട് പറ്റൂല എന്നുള്ളത്. ചിലപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടാവും. ദാറ്റ് ഇസ് പാർട്ട്. നിങ്ങൾക്കറിയാലോ, വെറുതെ എന്ത് ചെയ്യണ്ട, നമ്മൾ ഭയങ്കരമായിട്ട് മോട്ടർ ആക്കിയിട്ടും പ്രത്യേകിച്ച് തരാം. അങ്ങനെയുള്ള ചില കുട്ടികൾ, അതായത് അത് നിങ്ങൾക്ക് എൻഷുർ ചെയ്യാൻ പറ്റണം. സാറേ ഞാൻ പഠിച്ചിട്ടേ കിട്ടിയായിരുന്നു എന്നല്ല നിങ്ങൾ ഫേസ് 1 കഴിയുമ്പോൾ പറയാം, സാറേ നടക്കല എന്നുള്ളതാണെങ്കിൽ ചെയ്യാം. ഇനി അടുത്തത്, അതുകൊണ്ട് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഫേസ് 1 വരെ മെയിൻസ്, അതിലപ്പുറം അതിന്റെ താഴേക്കുള്ള ഒരു സാധനത്തിലേക്ക് നിങ്ങൾ കോംപ്രമൈസ് ചെയ്യരുത് എന്നുള്ളതാണ്. ആൻഡ് ലാസ്റ്റ് നേരത്തെ ഞാൻ പറഞ്ഞത്, ഇൻ കേസ് അല്ലെങ്കിൽ എന്താ ഫേസ് 1 ശേഷം എന്താ സാറേ പ്ലാന്. അതായത് മക്കളെ ഫേസ് 1 ജനുവരി 30 കൂടിയാണ് അവസാനിക്കുന്നത്. അതിനുശേഷം ഓൾമോസ്റ്റ് ഒരു ഫെബ്രുവരി 12 ആയിരിക്കും എന്തുണ്ടാവുക, നിങ്ങളുടെ റിസൾട്ട് വരിക. ഈ 12 ദിവസം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള വെരി വെരി ഡേഞ്ചർ സോണുള്ള സാധനമാണ്. കാരണം എന്താ വെച്ചാൽ കുറെ കുട്ടികൾക്ക് എന്താണ് റിസൾട്ട് വന്നിട്ട്, കാരണം ശരിക്കും 3 ഓപ്ഷൻ ഉണ്ട് അല്ലെ. റിസൾട്ട് വന്നിട്ട് ഒരു NIT ഒക്കെ ഉറപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ അഡ്വാൻസിന് വേണ്ടി പഠിക്കാം. അതേപോലെ ഒരു 85, 86 ഒക്കെയാണ് നമ്മളെ പെർസെൻറ്റേജിലെങ്കിൽ ഇനി മെയിൻസിന് ഒന്നും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് മെയിൻസ് അടുത്തതിൽ എന്തായാലും ക്ലിയർ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ എന്താ, നമുക്ക് തീരെ എക്സാം അബദ്ധമായിരുന്നു, നമ്മൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററിലെയും ഈസി ക്വസ്റ്റ്യൻസ് വന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ കരുതുകയാണെങ്കിൽ വേണ്ട, നമുക്ക് കീം ചെയ്യാം. കാരണം അങ്ങനെ ചെയ്തിട്ട് ആ ഒരു ചേഞ്ച് എടുത്തിട്ട്, അത് എന്താ പറയുക, എന്നെ കൊണ്ട് ഈ വർഷം കിട്ടൂല തോന്നിയിട്ടുണ്ട്. കാരണം നിങ്ങൾക്കറിയാലോ, എന്ന് പറയുന്നത് ശരിക്കും എന്താണ്, ഇതാണ് ജേണി. ഞാൻ പലപ്പോഴും പറയുന്ന സാധനമാണ് വാല്യൂ ഓഫ് എന്തായിരുന്നു, ഡിസപ്പോയിൻമെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ആ സാധനത്തിലേക്ക് എന്ന് നമ്മൾ തുടങ്ങി, ഈ പാർട്ട് എന്താ വളരെ ഇമ്പോർട്ടൻ്റാ. ചില കുട്ടികൾ വളരെ നേരത്തെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ സാധനം വേഗം എത്തിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരുപാട് കുട്ടികൾ, നിങ്ങൾക്ക് ഇനി ഒരു അവസരം കൂടെ എന്തില്ല, അഡ്വാൻസിന് ഇല്ലാത്തൊക്കെ കൊണ്ട് ചിലപ്പോൾ കീമിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും,
ഓൾറെഡി നിങ്ങൾ പഠിച്ച സാധനം കീമിന്റെ നല്ല ലെവലിൽ ചെയ്തിട്ട് CUET-യിൽ ഒരു CUET അല്ല CET-യിൽ ഒരു കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ കിട്ടും. ഞങ്ങളോട് പഠിച്ച ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, CET-യിൽ കമ്പ്യൂട്ടർ സയൻസും ഇലക്ട്രോണിക്സ് ഒക്കെ എടുക്കുന്നുണ്ട്. ഒരു പക്ഷേ NIT-യുടെ ഒരു ഗ്ലാമറും ടാഗൊന്നും കിട്ടൂലെങ്കിലും ഒരു പ്ലേസ്മെന്റ് ഇൻഡസ്ട്രിയിൽ NIT-യിലെ എന്താ പറയുക സിവിൽ എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ അതുപോലത്തെ എഞ്ചിനീയറിംഗ് ഫിസിക്സിനേക്കാളൊക്കെ ഹയർ പ്ലേസ്മെന്റും കാര്യങ്ങളും കിട്ടുന്ന ബ്രാഞ്ചാണിത്. അപ്പൊ അങ്ങനെ ഒരു മാറ്റത്തിലേക്കും നിങ്ങൾക്ക് പോകാൻ പറ്റും. ഇത് മൂന്നും എന്താണ് ഈ ഫെബ്രുവരി 12 റിസൾട്ടിനെ ബേസ് ചെയ്തിട്ട് അല്ലെ. അപ്പൊ ചില കുട്ടികൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫെബ്രുവരി 12 ഒരു 5-8 മാസമായില്ലേ കഷ്ടപ്പെടുന്നത്, ഒരു റെസ്റ്റിലേക്ക് എടുക്കുക. ആദ്യം എന്ത് ചെയ്യും, നമ്മൾ കുറച്ച് സിനിമകൾ കണ്ടു തുടങ്ങും, ലക്കി ഭാസ്കർ, പിന്നെ തോന്നും ഇൻസ്റ്റാഗ്രാം ഒന്ന് ഉപയോഗിച്ചാലോ. അപ്പോൾ ഇതുവരെ നിങ്ങൾ കഷ്ടപ്പെട്ട നിങ്ങളെടുത്ത സാക്രിഫൈസ് ഒക്കെ ആ 12 ദിവസത്തെ ഉഴപ്പ് മതി പിന്നെ ഒന്നിന്ന് വീണ്ടും തുടങ്ങാൻ. ഓക്കെ, അതേപോലെ തന്നെ വേറെ കുറച്ച് കുട്ടികൾ ഇതിന്റെ കൂടെ പറയുന്നല്ല, സാർ ഇനി വീട്ടിൽ പോയി പഠിച്ചാലോ, ഇവിടെ ഇപ്പൊ എന്തായാലും പഠിക്കാനല്ലേ ചെയ്യുന്നത്. എടാ, എൻ്റെ ഒരു പേഴ്സണൽ, നിങ്ങൾ വീട്ടിൽ പോകുന്നതിന് എനിക്ക് വിരോധമൊന്നുമില്ല, പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്താ വെച്ചാൽ ഒരു എൻവയൺമെന്റൽ ചേഞ്ച് ഒക്കെ എന്ത് ചെയ്യും, നിങ്ങളെ ഫ്ലോനെ ബാധിക്കും. നിങ്ങളിപ്പം ഈ ഹോസ്റ്റലിൽ നല്ല ഫ്ലോയിൽ പോയിക്കൊണ്ട് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം യാത്ര ചെയ്യണം, രണ്ടാമത്തെ ദിവസം ഫ്രണ്ട്സും അമ്മാവനൊക്കെ വരും, എങ്ങനെ ഉണ്ടടാന്ന് ചോദിച്ച് ആ ഫ്ലോ പോവും. അതൊക്കെ ഇപ്പൊ ക്രിറ്റിക്കലാണ്. അതുകൊണ്ട് വീട്ടിൽ പോകാത്തതാണ് നല്ലതെന്നാണ് എൻ്റെത്. നിങ്ങൾ ഇനി വീട്ടിൽ പോകേണ്ടത് JEE എക്സാമിന്റെ തലേന്നായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് അല്ല പറഞ്ഞു വന്നത്. അപ്പം ഈ 12 ദിവസം നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ജനുവരി 30 അതിപ്പോ നിങ്ങൾക്കിപ്പോ എന്താ JEE ജനുവരി 22 തന്നെയാണ് നിങ്ങളുടെ എക്സാം എങ്കിൽ ശരിക്ക് 23, 24 നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. കാരണം നമുക്ക് എന്തില്ല, ആ സമയത്ത് എന്തെങ്കിലും ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നതിൽ കാര്യമില്ല. നിങ്ങൾ ഇവിടെ ക്യാമ്പസിൽ വരികയാണെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യും, ഞങ്ങളുടെ ഡൗട്ട് ക്ലിയറൻസ് ടീച്ചേഴ്സ് അവിടെ ഉണ്ടാവും, നിങ്ങൾക്ക് അവരുടെ ഹെൽപ്പ് ഒക്കെ വാങ്ങാം. പക്ഷേ ജനുവരി 30 കഴിഞ്ഞിട്ട് ഡേറ്റ് ഞാൻ നോക്കട്ടെ, ഫെബ്രുവരി 3 ആണെന്നാണ് എൻ്റെ ഓർമ്മ. ദാറ്റ് ഷുഡ് ബി എ മൺഡേ. യെസ്, ഓക്കെ, കലണ്ടർ ഫെബ്രുവരി 3. യെസ്, ഫെബ്രുവരി 3 എന്ത് ചെയ്യും, എജ്യൂപോർട്ടില് 2 ബാച്ചുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഒന്നാമത്തെ ബാച്ച് എന്ന് പറഞ്ഞാൽ JEE മെയിൻസിന്റെ റിവിഷൻ ബാച്ചാണ്. അതായത് ഒരുപാട് കുട്ടികൾ എന്തുണ്ടാവും, ആ പരീക്ഷ കഴിയുമ്പോൾ തന്നെ കുറെ കുട്ടികൾക്ക് തോന്നുന്നത് ഞാൻ ജസ്റ്റ് എത്തിയിട്ടുണ്ട്, കോൺഫിഡൻസ് കൂടിയിട്ടുണ്ട്, ഇനി ഒരു 3 മാസം കൂടി പഠിച്ചാൽ സെറ്റ് ആവുന്നുള്ള കുട്ടികൾക്ക് JEE മെയിൻസിന്റെ റിവിഷൻ ബാച്ച് ഞങ്ങൾ ഫെബ്രുവരി 3 തുടങ്ങും. അതേപോലെ തന്നെ എന്തായാലും NIT കിട്ടുന്നുള്ള ആൾക്കാരൊക്കെ ഈ ഫെബ്രുവരി 3 എന്താണ്, അല്ലെ 98, 99 കിട്ടുന്നുള്ള ആൾക്കാരൊക്കെ JEE മെയിൻസിൽ എന്ത് ചെയ്യും, ഫെബ്രുവരി 3 നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അതേപോലെ തന്നെ കുറച്ച് കുട്ടികൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്നെ കൊണ്ട് ഇത് നടക്കൂല എന്നൊക്കെ തോന്നുന്ന ആൾക്കാർ, ഇതൊരു റൈറ്റ് ചോയ്സ് ആണ്, ഇതൊരു സ്മാർട്ട് ചോയ്സ് ആണ്. നമ്മളൊരു കീം ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ബാച്ച് എന്ന് ഉദ്ദേശിച്ച കുട്ടികളുടെ എന്താ പറയുക, കുറെ JEE മെയിൻസ് ഉണ്ടാവും, കീംസ് ഉണ്ടാവും. JEE അഡ്വാൻസ് എന്ത് ചെയ്യൂല ഈ സമയത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യില്ല. അപ്പോൾ ഈ ബാച്ചിലെ കുട്ടികൾക്ക് ഇത് നിങ്ങളുടെ ചോയ്സ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാച്ചിൽ ഇരിക്കുന്നതിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. രണ്ടാണെങ്കിലും JEE മെയിൻസ് ആണ്, JEE മെയിൻസ് ലെവൽ റിവിഷൻ ആയിരിക്കും. കീം ആണെങ്കിൽ കീം ലെവൽ റിവിഷൻ ക്ലാസ്സസ് ആണ്, ഓൾറെഡി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാണ്. ഇനി നമ്മൾ എന്താണ്, ഫെബ്രുവരി 12 റിസൾട്ട് വന്നു കഴിഞ്ഞാൽ എന്താണ്, NIT എൻഷുർ ചെയ്ത കുട്ടികളെ ഉറപ്പായിട്ടും നമ്മൾ എന്ത് ചെയ്യും, JEE അഡ്വാൻസ്ഡിന്റെ ബാച്ചസിലേക്ക് മാറ്റും. ഇനി ചില കുട്ടികൾ എന്താ, സാർ എന്തായാലും അടുത്തതിൽ ഞാനൊരു 93, 94 അടുത്തതിൽ എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് അഡ്വാൻസ് തന്നെ ക്ലിയർ ചെയ്യുക, അതിന്റെ കൂടെ തന്നെ എങ്ങനെ വന്നാലും അഡ്വാൻസിന് പഠിച്ചാലും മെയിൻസ് സ്കോർ കൂട്ടാൻ പറ്റുന്നൊക്കെയുള്ള കുട്ടികൾക്കും ഈ അഡ്വാൻസ് ബാച്ചിലേക്ക് മാറാം. അപ്പം ഫെബ്രുവരി 12 അഡ്വാൻസ് ബാച്ച് റിസൾട്ട് വന്നതിന്റെ പിറ്റേ ദിവസമായിരിക്കും അഡ്വാൻസ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക. അതുവരെ മെയിൻസിന്റെയും കീമിന്റെയും ഇതുണ്ടാവും. ഒരൊറ്റ റീസൺ മാത്രമാണ്, നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരു കാരണവശാലും എനിക്ക് ഇവിടെ എന്തോ ചോറിയുന്നത്, ഒരു കാരണവശാലും നിങ്ങൾ ഉഴപ്പാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്ത് ചെയ്യണം, നിങ്ങളുടെ എക്സാം കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ തിരിച്ച് ക്യാമ്പസിലേക്ക് വന്നിട്ട് ഡൗട്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ തുടങ്ങുക. ഫെബ്രുവരി 3 നമ്മളെ ഇത് തരും. അവസാനം ഏപ്രിൽ 1 വരെ അതേപോലെ തന്നെ കീമിന്റെ എക്സാം ഒക്കെ കഴിയുന്നത് എത്ര വരെയാണോ അതുവരെ ഞങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും തരാൻ ഞങ്ങൾ റെഡിയാണ്. ആകെ നിങ്ങൾ ചെയ്യേണ്ടത് പഠിക്കൽ മാത്രമാണ്. മക്കളെ ഒരിക്കൽ കൂടെ പറയാണ് there are only 2 kind of people. ഒന്നാമത്തെ ആൾക്കാർ എന്ന് പറയുന്നത് ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരാ. രണ്ടാമത്തതോ ആ പരാജയപ്പെട്ടവരെന്നായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ പരാജയപ്പെട്ടവരെന്നല്ല പറയാം. 1 kind of people is successful people and the other is distracted people എന്നാണ്. അതായത് ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിപ്പോൾ കുറെ ഫോക്കസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുമെങ്കിൽ, പണ്ട് എങ്ങനെയൊന്നല്ലായിരുന്നു എന്നൊക്കെ പറയുകയാണെങ്കിലും എന്താ ഡിസ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ, നമുക്കൊരു ഗോൾ ഉണ്ടെങ്കിൽ ആ ഗോളിന് വേണ്ടി അല്ലാതെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എന്താണ്, ഡിസ്ട്രാക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഡിസ്ട്രാക്ഷൻ എന്തൊക്കെയാ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. അതായത് ഞാനിപ്പോ അടുത്ത് ബിൽ ഗേറ്റ്സിന്റെ ഒരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു, മൈക്രോസോഫ്റ്റിന്റെ ഫൗണ്ടർ. അപ്പൊ മൂപ്പർ ഇങ്ങനെ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ,
മൈക്രോസോഫ്റ്റ് തുടങ്ങിയ ആദ്യത്തെ 8 വർഷം എന്താണ്, ഒരു ദിവസം പോലും ഞാൻ ലീവ് എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നാണ്. 8 വർഷം കേട്ടോ. ആ 8 വർഷം ഒരു ദിവസം പോലും ലീവ് എടുത്തിട്ടില്ല. പക്ഷെ അയാളുടെ ഡ്രീം എന്തായിരുന്നു? ലോകത്ത് ഏറ്റവും വലിയ പണക്കാരനാവാന്നുള്ള. അങ്ങനെയാണെങ്കിൽ 8 വർഷം ലീവ് എടുക്കാതെ തന്നെ വർക്ക് ചെയ്യേണ്ടി വരും. പക്ഷെ നിങ്ങളത് എന്തല്ല, അത്ര ചെറിയ ഡ്രീം ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ ഒരു ദിവസത്തെ 1 മണിക്കൂറിന്റെ 2 മണിക്കൂറിന്റെ സൊറ പറച്ചിലും ബ്രേക്കും എന്തല്ല ഇനി അങ്ങോട്ടുള്ള ദിവസത്ത് നല്ലതല്ല. അതൊക്കെ ഡിസ്ട്രാക്ഷൻസ് തന്നെയാണ്. സോ ഫോക്കസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക ഈ ക്വസ്റ്റ്യൻസിലേക്ക്. അല്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, നിങ്ങൾ അത്രയൊന്നും കഴിവില്ലാത്ത ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, കേരളത്തിന്റെ എജു പോർട്ടലിൽ തന്നെയും കേരളത്തിലെ പല സെന്ററുകളിൽ ഇരുന്നിട്ട് ജെഇക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അവര് നിങ്ങൾക്ക് കിട്ടേണ്ട ജെഇ എക്സാമിലെ നല്ല പേഴ്സൻറ്റേജ് അവർ കൊണ്ടുവന്ന് മാത്രമല്ല, നിങ്ങൾ സ്വപ്നം കാണുന്ന ഒരു ലൈഫ് ഉണ്ടല്ലോ, അതൊരു പക്ഷെ എന്തായിരിക്കും, അവരാണ് ജീവിക്കാൻ പോകുന്നത്. അപ്പൊ എന്ത് ചെയ്യാ, ദ ഡിസിഷൻ ഈസ് യോഴ്സ്. ഫോക്കസ് ചെയ്ത് അടുത്ത ഒരു തീരുമാനമാവുന്നവരെ വർക്ക് ചെയ്യണോ വേണ്ടിയോ എന്നുള്ളത്. ഇനി ഇതാ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് കൂടെ 5 മാസം കൂടിയാണ് ഒരു 5 വർഷം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എവിടെ എത്താൻ പോകുന്നത് തീരുമാനിക്കുന്നത്. സോ ദ ക്വസ്റ്റ്യൻ ഈസ് യേഴ്സ്, എന്ത് അവർ നിങ്ങളെ കടത്തി പോകണോ അല്ലയോ എന്നുള്ളത് പഠിക്കാൻ നോക്കാം. ഓക്കെ, ബൈ, താങ്ക് യു.